എന്താണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? മല്ലികാർജ്ജുൻ ഖാർഗെ എംപിമാർക്ക് സീറ്റ് കൊടുക്കേണ്ട എന്ന നിലപാടിൽ കർശനമായി ഉറച്ചിരുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാവേണ്ടതാണ്. എന്തായാലും കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റില്ല എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഗോദാവരി ഹോസ്റ്റലിൽ നിന്നും അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ബൽറാം, അവിടെ തന്നെ തുടരുകയാണോ സുധാകരൻ? ഹഷ്മി, കെ സുധാകരൻ ഇപ്പോഴും ഗോദാവരിയിലെ തന്റെ ഔദ്യോഗിക വസതിയിലുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെയാണ് ഈ നീക്കങ്ങൾക്ക് എല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിരവധി പേർ ഇതിനകം തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കെ സുധാകരൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കണ്ണൂർ രാഷ്ട്രീയത്തിലല്ല കേരളത്തിൽ ഉടനീളം പിന്തുണയുണ്ട്. ആ പിന്തുണയിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസവുമുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ എംപിമാർക്ക് സീറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും താൻ മത്സരിക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതും ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ തനിക്കുള്ള പിന്തുണയുടെ ബലത്തിൽ തന്നെയാണ്. എന്നാൽ ആ ഒരു സമ്മർദ്ദത്തിന് ഒരു ഘട്ടത്തിൽ വഴങ്ങി എന്ന് കരുതിയ ഘട്ടത്തിലാണ് പിന്നീട് വീണ്ടും ഒരു തിരിച്ചുപോക്കുണ്ടാവുകയും എംപിമാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന പൊതുതത്വം അത് കെ സുധാകരനും ബാധകമാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ഇന്നലെ രാത്രി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രത്യേക CEC ചേർന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. തുടർന്നാണ് കണ്ണൂർ സീറ്റ് സുധാകരനില്ല എന്ന ഒരു കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നത്. ഇതോടെയാണ് കെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത നീക്കത്തിലേക്ക് ഒരുങ്ങുന്നത്. ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു നടപടികൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഉണ്ടായ യോഗം പോലും ഇത്തരത്തിലൊരു ആസൂത്രിതമായി തന്നെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ വേണ്ടിയുള്ള നീക്കങ്ങളാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തന്നെ പിന്തുണയ്ക്കുന്ന തന്നെ സ്നേഹിക്കുന്ന നേതാക്കൾക്ക് ഒപ്പം ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേരില്ല എന്നറിഞ്ഞ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക രൂപീകരണത്തിന്റെ ഭാഗമായ നേതാക്കളെ ഫോണിൽ വിളിച്ച് തന്റെ കടുത്ത അതൃപ്തി കടുത്ത ഭാഷയിൽ കടുത്ത വാക്കുകളിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നുള്ളതാണ് കെ സുധാകരന്റെ നയം. അത് അദ്ദേഹം നേതാക്കളെ നേരിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നു. അതാണ് കെ സുധാകരന്റെ ശൈലി. അത് ഈ വിഷയത്തിലും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് ഇനി കോൺഗ്രസിന് മറുപടി നൽകുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. അതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത് ഏതെല്ലാം മണ്ഡലങ്ങളിൽ എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 സീറ്റുകളിലാണ്. അതിൽ 25 സീറ്റ്, ഏതാണ്ട് 25% മുകളിൽ ഇടത്ത് കോൺഗ്രസിന് ഇത്തരത്തിൽ സുധാകരന്റെ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. ഈ ഒരു പദ്ധതിയുമായി കെ സുധാകരൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നീക്കങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം കൂടെ നിൽക്കുന്ന ചില നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് വരെ പോകേണ്ടി വന്നേക്കുമെന്ന് അദ്ദേഹം നേരത്തെ കണക്കുകൂട്ടിയിരുന്നതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയവും നടന്നിരുന്നതുമാണ്. എന്തായാലും ഇനി വാർത്താ സമ്മേളനമാണ്. അതിൽ എന്തെല്ലാമാണ് കെ സുധാകരന് പറയാനുള്ളത് എന്നുള്ളത് നിർണായകമാണ്. MP സ്ഥാനം രാജിവെച്ച് താൻ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു എന്നാണോ, മറിച്ച് ഇത്തരത്തിൽ തന്നോടൊപ്പമുള്ള പിന്തുണ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ, എന്താകും അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി കെ സുധാകരൻ എന്ന നേതാവിൽ നിന്നും ഉയരുന്നു. ഒപ്പം തന്നെ സീറ്റ് നിഷേധിക്കപ്പെട്ട മറ്റ് നേതാക്കൾ അവർ ഏത് തരത്തിൽ പ്രതികരിക്കും, MP-മാർ അടൂർ പ്രകാശ് അടക്കമുള്ളവരുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നീക്കമാകും എന്നുള്ളതും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. എന്തായാലും ഈ കെ സുധാകരൻ തീരുമാനത്തിൽ ഉറച്ചാണ്. അദ്ദേഹം ഈ ഗോദാവരിയിലെ തീരുമാനിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഞാൻ മത്സരിക്കും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് ഡൽഹിക്ക് പോയത്. അപ്പോൾ പല നേതാക്കൾ പല ആവർത്തി പല ഘട്ടത്തിൽ അനുനയ നീക്കത്തിന് ശ്രമിച്ചെങ്കിലും ഏതെങ്കിലും തരത്തിൽ കെ സുധാകരൻ അനുനയത്തിന് വഴങ്ങിയിട്ടില്ല. അദ്ദേഹം MP സ്ഥാനം ഇവിടെ നിന്ന് ജനം തെരഞ്ഞെടുത്ത് വിട്ട MP ആണ്, 5 വർഷത്തേക്കുള്ള MP ആണ്. പക്ഷേ MP സ്ഥാനം വേണ്ട, MP അത് രാജിവെച്ച് ഇവിടെ വന്ന് മത്സരിച്ച് കേരള മന്ത്രിസഭയിൽ അധികാരത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവുക, ചിലപ്പോൾ മുഖ്യമന്ത്രിയാവുക എന്നൊക്കെ ആയിരിക്കണം കെ സുധാകരന്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ലക്ഷ്യങ്ങൾ. പക്ഷേ ആ മോഹങ്ങളും ലക്ഷ്യങ്ങളും തൽക്കാലം നടക്കില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.